14 വ്യത്യസ്തമായ രുചികളിൽ ലെമണേഡ് എങ്ങനെ തയ്യാറാക്കാം എന്ന് കണ്ടു നോക്കിയാലോ. ഇപ്പോൾ ഇഫ്താറിന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഡ്രിങ്കാണ് ഇവയിൽ ഓരോന്നും. ഞാൻ ഉൾപ്പെടെയുള്ള 14 യൂട്യൂബേഴ്സ് ചെയ്ത വീഡിയോ തുന്നിച്ചേർത്തതാണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത്. എല്ലാവരുടെയും ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. കണ്ടു കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലേവർ ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കണ്ട. നമുക്ക് വാട്ടർമെലൺ വെച്ചുള്ള ലെമണേഡ് ഉണ്ടാക്കിയാലോ. അപ്പോൾ കുറച്ച് തണ്ണിമത്തൻ മിക്സിയിൽ ജ്യൂസ് ആക്കണം. എന്നിട്ട് ഐസ് ട്രേയിൽ ഒഴിച്ച് ഫ്രീസറിൽ വെച്ചോളൂ. ഇനി ഒരു മിക്സർ ജാറിൽ കുറച്ച് നാരങ്ങ നീര്, പഞ്ചസാര, ഏലക്ക, ഇഞ്ചി, 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് അടിച്ചെടുക്കണം. ഇത് നമുക്ക് കൂടുതൽ വെള്ളം ചേർത്ത് അരിച്ചെടുക്കാം. ഇവിടെ തണ്ണിമത്തൻ ജ്യൂസ്, അതിൻ്റെ ഐസ് ക്യൂബ്സ് ഒക്കെ റെഡിയാണ്. ഞാനൊരു ഗ്ലാസ്സിൽ ഐസ് ക്യൂബ്സ് ഇടുന്നു, കുറച്ച് തണ്ണിമത്തൻ ജ്യൂസ് ഒഴിക്കുന്നു, ബാക്കി നാരങ്ങ വെള്ളം ഒഴിച്ചു. നമ്മുടെ ലെമണേഡ് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ തയ്യാറാക്കുന്നത് ഓറഞ്ച് ലൈമാണ്. ഇതിനായിട്ട് നമുക്ക് ഓറഞ്ച് തൊലിയെല്ലാം കളഞ്ഞിട്ട് ആദ്യം ജ്യൂസ് ആക്കി എടുക്കണം. ആവശ്യത്തിന് മധുരം ചേർത്ത് കുരുപ്പെടാതെ നന്നായിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ അരിച്ചെടുത്തിട്ട് നമുക്ക് ഐസ് ട്രേയിൽ വെച്ചിട്ട് ഫ്രീസ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ജ്യൂസ് തയ്യാറാക്കാം. ഇതിനായിട്ട് ഒരല്പം ഇഞ്ചി ഗ്രേറ്റ് ചെയ്തത്, ഒരല്പം പുതിനയില, ഇതുപോലെ അരമുറി നാരങ്ങയും വെച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കാം. ഇനി നല്ല തണുത്ത വെള്ളം അല്ലെങ്കിൽ ഇതിന് പകരം സോഡയോ ചേർത്ത് നന്നായിട്ട് മധുരം അലിയിപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഇതിനായിട്ട് പുതിനയില, ഇഞ്ചി ഗ്രേറ്റ് ചെയ്തത്, നമ്മുടെ ഓറഞ്ച് ഐസ് ക്യൂബ്സ് കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ലൈം ജ്യൂസ് അല്ലെങ്കിൽ ലൈം സോഡ ചേർത്ത് കൊടുക്കുക. ഭംഗിക്ക് കുറച്ച് കസ്കസ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓറഞ്ച് ലൈം റെഡി. ഞാനിവിടെ ഉണ്ടാക്കുന്നത് അനാർ വെച്ചിട്ടുള്ള ലൈമാണ്. അതിൻ്റെ കൂടെ കിവി ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞത് ഷുഗറിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അത് നമുക്ക് ഐസ് ക്യൂബ് ട്രേയിൽ ഓരോന്നിൽ വെച്ചതിന് ശേഷം അതിലേക്ക് അനാറിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഫ്രീസറിൽ വെച്ച് ഒന്ന് ഐസ് ക്യൂബ് ആക്കി എടുക്കാം. ഇനി ലെമൺ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലെമണിൻ്റെ പുറത്തുള്ള സ്കിന്നിന് 1 ടീസ്പൂൺ, 1 കഷ്ണം ഇഞ്ചി, 2 ഏലക്ക, 1 ലെമണിൻ്റെ ജ്യൂസ്, ആവശ്യത്തിന് പഞ്ചസാര, 1 ഗ്ലാസ് വെള്ളം, ഇവ ചേർത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ അനാറിൻ്റെ ഐസ് ക്യൂബ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് അനാറിൻ്റെ ഐസ് ക്യൂബ് ഇട്ട് അതിലേക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു മൊഞ്ചിന് വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബേസിൽ സീഡ് കൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ അനാർ ലൈം റെഡി. ഞാനിവിടെ ഉണ്ടാക്കുന്നത് കക്കിരിയും പുതിനയും വെച്ചുള്ള ഒരു ലൈമാണ്. അതിനായിട്ട് ചെറിയൊരു പീസ് കക്കിരി, 1 പിടി പുതിന, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 3/4 ഗ്ലാസ് വെള്ളം, ഇതെല്ലാം കൂടുന്നിട്ട് ഒരു മിക്സിയിലെ ജാറിട്ടൊന്ന് അരിച്ചിട്ട് ഐസ് ക്യൂബ് ആക്കി എടുക്കാം. അടുത്തായിട്ട് ലൈം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 ചെറുനാരങ്ങൻ്റെ നീര്, ഒരു 5-6 അണ്ടിപ്പരിപ്പ്, 3 ഏലക്കായ്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ഗ്ലാസ് വെള്ളം എന്നിവ എല്ലാം കൂടി ചേർത്തിട്ടൊന്ന് മിക്സിയിലെ ജാറിലിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി നമ്മുടെ ഐസ് ക്യൂബ്സിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ലൈം ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ഈസി ആയിട്ടുള്ള ലൈം ഇവിടെ റെഡിയായി. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ബീട്രൂട്ടിൻ്റെ ലെമൻഡേഡാണ്. ഇതിന് വേണ്ടിയിട്ട് ഒരു 1/4 ഭാഗം നല്ല കളറുള്ള ബീട്രൂട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ബീട്രൂട്ട് മുങ്ങത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ബീട്രൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനൊരു ബൗളിലോട്ടേക്ക് സ്ട്രെയിൻ ചെയ്തിട്ട് ഒന്ന് ഐസ് ക്യൂബ് ആകാൻ വേണ്ടി മാറ്റി വെക്കാം. വേറൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് നാരങ്ങ നീര്, ഇഞ്ചി, ഏലക്കായ, പഞ്ചസാര ആവശ്യത്തിനുള്ള ഇവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നല്ല തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി വേറൊരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഐസ് ക്യൂബ്, നാരങ്ങ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ ലെമൻഡേഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഗ്രേപ്പ് ലൈമാണ്. അപ്പോൾ ഗ്രേപ്പ് ലൈനും ഗ്രേപ്പും വേണം, ലൈമും വേണം. അപ്പോൾ ലൈം എന്താ വെച്ചാൽ ഒരു 1.5 നാരങ്ങൻ്റെ നീരെന്ത് ചെയ്യാം, പീനിറ്റ് അതിൻ്റെ ഉള്ളിൽ ഒഴിച്ച് കൊടുക്കാൻ. പിന്നെ വേണ്ടത് ഗ്രേപ്പിൻ്റെ സിറപ്പ് ഞാൻ ആദ്യം ആക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ പ്രത്യേകം ചെയ്തിട്ടുണ്ട്. ഐക്കാട്ടിലെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുക, നിങ്ങൾ പോയിട്ട് കാണാം കേട്ടോ. പിന്നെ എന്ത് ചെയ്യുക, അതിൻ്റെ അകത്ത് നല്ലോണം തണുത്ത വെള്ളം, അല്ലാതെ ഐസും കട്ട പോലത്തെ വെള്ളം ഇട്ട് കൊടുക്കുക. പിന്നെ വെള്ളത്തിൽ പുറത്തിയ കസ്കസും കൂടി ഇട്ടിട്ട് എന്ത് ചെയ്യുക, നല്ലോണം അങ്ങ് മിക്സ് ആക്കി കൊടുക്കുക. ഇതിൻ്റെ തന്നെ ഗ്രേപ്പിൻ്റെ അതിൻ്റെ ഉള്ളിൽ തന്നെ മധുരം ഉണ്ട്, അതുകൊണ്ട് മധുരം ഇടാത്തത്. അപ്പം നല്ല അടിപൊളി ഗ്രേപ്പ് ലൈൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ, ഈസിയാണ്, അടിപൊളിയായിട്ട് സ്പീഡിൽ തന്നെ വേഗം തന്നെ ഉണ്ടാക്കാൻ തന്ന കിടുക്കാച്ചി ലൈം റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ലൈമാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാറിലോട്ട് 2 ക്യാരറ്റ്, ചെറിയൊരു പീസ് ഇഞ്ചി, ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി ഇത് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുത്തിട്ട് നമുക്ക് ഐസ് ക്യൂബ് ആക്കി എടുക്കാം. ഇനി ഇത് ലെമണും അതുപോലെ തന്നെ പഞ്ചസാരയും വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ക്യാരറ്റ് ലൈം റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിലോട്ട് ഞാൻ 3 ലെമൺ സ്ലൈസസും 2 ക്യാരറ്റ് ഐസ് ക്യൂബ്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ലെമൺ ജ്യൂസും കൂടെ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഭംഗിക്ക് കുറച്ച് കസ്കസും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ലൈം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിന്ന് ഉണ്ടാക്കാൻ വന്നത് കർമൂസ വെച്ചിട്ട് ഒരു നാരങ്ങ വെള്ളമാണ്. അപ്പോൾ ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് കർമൂസ, ആവശ്യത്തിന് പഞ്ചസാര, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നരച്ചിട്ട് ഒരു ഐസ് ട്രേയിൽ ഒഴിച്ചിട്ട് കട്ടാക്കി എടുക്കുക. ഇനി ഒരു ജാറിലേക്ക് 2 ഏലക്കായ, ഒരു കഷ്ണം ഇഞ്ചി, 2 നാരങ്ങൻ്റെ നീര്, 1 കപ്പ് തേങ്ങാപ്പാൽ, ആവശ്യത്തിന് വെള്ളം, ആവശ്യത്തിന് പഞ്ചസാര എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചിട്ടൊന്ന് അരിച്ചെടുക്കുക. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ് ഇട്ടിട്ട് അതിൻ്റെ മേലെ ഞാൻ കുറച്ച് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റാക്കിയിട്ട് പിസ്തേൻ്റെ കളർ ആഡ് ചെയ്തതാണ്, അതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ലൈം ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ ലൈം ജ്യൂസ് ഇവിടെ റെഡി. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് സ്ട്രോബെറി ലെമൺ ജ്യൂസാണ്. അതിനാവശ്യമായ സാധനങ്ങൾ: നാരങ്ങ, സ്ട്രോബെറി, കസ്കസ്, പഞ്ചസാര. ആദ്യമായിട്ടൊരു പാനിൽ കുറച്ച് സ്ട്രോബെറി, വെള്ളം, പഞ്ചസാര എല്ലാം ഒന്ന് ചൂടാക്കി എടുക്കാം. ചൂടാറിയതിന് ശേഷം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. പ്യൂരി ആയതിന് ശേഷം ഫ്രീസ് ചെയ്തെടുക്കാം. പിന്നെ ഒരു ജാറിൽ ഒരു ലൈം സ്ക്വീസ് ചെയ്ത് പഞ്ചസാരയും പിന്നെ സ്ട്രോബെറി ഐസ് ക്യൂബും കസ്കസും കുറച്ച് വെള്ളവും ഒഴിച്ച് നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും. ഇന്ന് പാഷൻ ഫ്രൂട്ട് വെച്ചിട്ടുള്ള ലെമണേഡിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ലൈം ജ്യൂസ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ലെമണിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. 2 ഏലക്ക, ഒരു കഷ്ണം ഇഞ്ചി, 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്ത് ഇനി നല്ലപോലെ മിക്സിയിൽ അടിച്ചെടുക്കണം. നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. 3 കഷ്ണം ലെമണിൻ്റെ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ജ്യൂസ് ഗ്ലാസ്സിലോട്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ലെമൺ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാഷൻ ഫ്രൂട്ട് കൊണ്ടുള്ള ലെമണേഡ് തയ്യാറായിട്ടുണ്ട്. 3 ഫ്ലേവേഴ്സാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മുന്തിരി തിളപ്പിച്ചെടുത്തിട്ടുണ്ട്, നമ്മുടെ വത്തക്കയുണ്ട്, അത് കഴിഞ്ഞിട്ട് പുതിനയിലയും ഇഞ്ചിയും മാങ്ങയും ഉണ്ട്. ഇതോരോന്നും വേറെ വേറെ നന്നായി അരച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ അരച്ചെടുത്തോളൂ. ഇനി ഓരോ ജ്യൂസും ഐസ് ട്രേയിൽ ഒഴിച്ചിട്ട് ഐസ് ക്യൂബ്സ് ആക്കിയെടുക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇഞ്ചിയും ഏലക്കായും നാരങ്ങ നീരും പഞ്ചസാരയും വെള്ളവും ചേർത്തിട്ട് നമ്മുടെ ലൈമിനെ റെഡിയാക്കി എടുത്തോളൂ. ഇനി സേവിങ് ഗ്ലാസ്സിൽ ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് നമ്മുടെ നാരങ്ങ വെള്ളം അതിൻ്റെ മേലെ കൂടെ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ഡ്രിങ്ക് റെഡി. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പച്ചമാങ്ങ ലൈം ജ്യൂസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പച്ചമാങ്ങയും 2 പച്ചമുളകും കുറച്ച് മാവിലയും കൂടെയാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരു 1/2 കപ്പ് വെള്ളവും ആവശ്യത്തിന് അല്പം ഉപ്പും ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് നമുക്കൊരു ഐസ് ട്രേയിൽ ഒഴിച്ചിട്ട് ഐസ് ക്യൂബാക്കി മാറ്റിയെടുക്കാം. ശേഷം ഇത് നമ്മൾ ലൈം ജ്യൂസാണ് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ലെമണും പിന്നെ ഒരു ഇഞ്ചി കഷ്ണവും ശേഷം ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി നമ്മളിത് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ കസ്കസും ശേഷം അതിന് മുകളിലായിട്ട് നമ്മൾ ഒരു ഗ്ലാസ് ലൈമും ആഡ് ചെയ്യുകയാണ്. അതിലേക്കാണ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പച്ചമാങ്ങ ഐസ് ക്യൂബ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ പച്ചമാങ്ങ ലൈം ജ്യൂസ് ഇവിടെ റെഡി. നമുക്ക് ബീട്രൂട്ട് വെച്ചൊരു ലൈം ഉണ്ടാക്കിയാലോ? അതിനായി ഗ്രേറ്റ് ചെയ്ത് വെച്ച ബീട്രൂട്ടിനെ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ചൂടാറിയതിന് ശേഷം നമുക്കിതിനെ ഐസാക്കാൻ വേണ്ടി ഐസ് ട്രേയിലേക്ക് മാറ്റണം. ഇനി നമുക്കൊരു സെർവിങ് ഗ്ലാസ് എടുത്ത് അതിനെ സെർവ് ചെയ്ത് തുടങ്ങാം. ഞാൻ ലൈം ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ബീട്രൂട്ടിൻ്റെ ഐസ് ക്യൂബ്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനൊരു ഭംഗിക്ക് വേണ്ടി കുറച്ച് ബേസിൽ സീഡ്സ് കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. അതുണ്ടാകുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ നമ്മുടെ അടിപൊളി റിഫ്രഷ്മെൻറ്റ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കുന്നത് മാംഗോ ലൈമാണ്. അതിനായി ഒരു മാങ്ങ, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ഗ്ലാസ് വെള്ളം എല്ലാം കൂടി അടിച്ചെടുത്ത് ഐസ് ക്യൂബാക്കി വെക്കുക. ഇനി അടുത്തത് ലൈം ഉണ്ടാക്കുക. അതിനായി 2 ഏലക്ക, ഒരു കഷ്ണം ഇഞ്ചി, ഒരു ചെറുനാരങ്ങയുടെ നീര്, 1 ഗ്ലാസ് വെള്ളം, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇവരെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ട് അരിച്ചെടുക്കുക. ഇത് നമുക്കിനി ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാംഗോ ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ കസ്കസ് കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ മാംഗോ ലൈം റെഡി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.